സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ ബഹ്റൈൻ. പ്രിയമുള്ള കലാസ്നേഹികളെ, സ്പർശ 2026 കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ഒരു എളിയ കലാരൂപം ന്യായവിധി. കെട്ട് എന്തിനിങ്ങനെ ചുള്ളിൽ പേറുന്നു? അതൊക്കെ കാളവണ്ടിക്കുള്ളിൽ തന്നെ വെച്ചുകൂടായിരുന്നു. വിഴുപ്പ് ചുമന്ന് അതൊരു ശീലമായി പോയി അല്ലേ? നാടോടികളായ സഞ്ചാരികൾക്ക് ചുമലിൽ ഒരു ഭാണ്ഡക്കെട്ടെടുക്കുന്നത് ഒരു ഭാരമല്ല, അലങ്കാരമാണ്. വിലപിടിപ്പുള്ള ചില വസ്തുക്കളും കുറച്ച് തുണിത്തരങ്ങളുമാണ് ഈ കെട്ടിൽ. പരിചിതമല്ലാത്ത ദേശമല്ലേ, തസ്കരന്മാർ പതിയിരിക്കുന്നുണ്ടോ എന്ന് പറയാനാകില്ലല്ലോ. ഇവിടം ശാന്തമാണ്. അതിർത്തി മുറിച്ച് കിടക്കുമ്പോൾ തന്നെ എന്റെ മനം കവർന്ന ഭൂപ്രദേശമാണ് ഇവിടെ. ഹരിതകമ്പളം കൊണ്ട് പൊതിഞ്ഞ താഴ്വരകൾ, സുന്ദര കുസുമങ്ങളാൽ മൂടപ്പെട്ട പാതയോരങ്ങൾ, സുഗന്ധവാഹിയായ ഇളം തെങ്ങ്, സ്ഫടികം പോലെ തെളിഞ്ഞ ജലമുള്ള തടാകം. ഇത്ര മനോഹരമായ പ്രദേശം തസ്കരന്മാരുടെ വിഹാര കേന്ദ്രമാകാനുള്ള സാധ്യത ലെവലേശമില്ല. വല്ലാത്ത പ്രത്യേകതകളുള്ള പ്രദേശം തന്നെയാണ് ഇവിടെ. എല്ലാവരും ആനന്ദത്താൽ ആറാടി നടക്കുകയാണ്. അതിശയം തന്നെ. അനുഗ്രഹീതകരമായ ദേശം തന്നെ. ഇക്കണ്ട കാലത്തിനിടയ്ക്ക് ദേശങ്ങൾ അനവധി ചുറ്റി സഞ്ചരിച്ചുവെങ്കിലും ഇതുപോലൊരു ദേശം ഉലകിലെങ്ങും കണ്ടിട്ടില്ല. ഏതാണ് ഈ ദേശം? ആരാണ് ഇവിടുത്തെ ഭരണാധികാരി? സഞ്ചാരികളെ സംശയിക്കണ്ട. ചരിത്രമുറുകുന്ന ജെറുസലേം നഗരിയുടെ പ്രാന്തപ്രദേശത്താണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവിന്റെ സൽപ്പരണത്തിന് കീർത്തി കേട്ട ജെറുസലേമിന്റെ വീതികളിലൂടെ നടക്കുമ്പോൾ ആപശങ്ക തെല്ലും വേണ്ട. യൂഫ്രട്ടീസിന്റെ തീരം മുതൽ അങ്ങ് നൈൽ നദിയുടെ തീരം വരെയുള്ള പ്രദേശങ്ങൾ ദാവീദിന്റെ പുത്രനായ ശലോമോൻ രാജാവിന്റെ അധീനതയിലാണ്. അതിശയരൂപികളായ ദേവഗണങ്ങൾക്ക് മഹത്വം. ജീവിതയാത്രയുടെ ഈ സായന്തന വേളയിൽ മഹാനായ ശലോമോന്റെ ദേശത്ത് കാലുകുത്താൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യം. പ്രതിഭാധനനായ ഞങ്ങളുടെ തിരുമനസിനെ കുറിച്ച് കാടും വീടും കടന്നെത്തിയ വൈദേശിക സഞ്ചാരികളായ നിങ്ങളും കേട്ടിരിക്കുന്നു. യഥേഷ്ടം കേട്ടിരിക്കുന്നു. സമാനതകളില്ലാത്ത സൗഭാഗ്യ സമ്പന്നതകളുടെ ഉടമ, മഹത്തായ പിതൃപാരമ്പര്യം കൈമുതലായുള്ളവൻ, ബുദ്ധിവൈഭവത്തിലും ജ്ഞാനസമ്പത്തിലും അതുല്യൻ. തീർന്നില്ല. ശലോമോന്റെ കീർത്തി കേട്ടറിഞ്ഞ് കാതങ്ങൾ
1000 താണ്ടി യെരുശലേമിലെത്തിയ ശേവാരാജ്ഞിയെ അമ്പരിപ്പിച്ച ആകാര സൗകുമാര്യം, അവരുടെ അളന്നു മുറിച്ച ചോദ്യങ്ങൾക്ക് കൃത്യതയാർന്ന ഉത്തരങ്ങൾ നൽകി അവരെ നിഷ്പ്രഭയാക്കിയ ജ്ഞാനവൈഭവം, കടുത്ത സൗന്ദര്യാരാധകൻ, പ്രേമാതുരനായ രാജാവ് എന്നുകൂടി കേട്ടിരിക്കുന്നു. എന്റെ പ്രിയെ, നീ സുന്ദരിയാണ്. മൂടുപടത്തിനുള്ളിൽ നിന്റെ കണ്ണുകൾ ഇണപ്രാവുകളെ പോലെയാണ്. ഗിലെയാദ് മലഞ്ചെരുവുകളിലേക്ക് ഇറങ്ങി വരുന്ന കോലാട്ടിൻ പറ്റത്തെ പോലെയാണ് നിന്റെ കേശാധിപാരം എന്ന് പ്രേമപൂർവ്വം പാടിയതും ഈ ശലോമോൻ രാജാവ് തന്നെയല്ലേ? മതി മതി, പറഞ്ഞാലും തീരില്ല. സൗന്ദര്യത്തിന്റെ അന്ധനായ ആരാധകനാണ് അദ്ദേഹം. വശ്യചാരുതയാർന്ന പ്രകൃതിയെ മനസ്സിൽ പരിണയിക്കുന്നവൻ. അതെ, സത്യം. രസികന്മാരായ സഞ്ചാരികളെ, നിങ്ങൾ ഞങ്ങളുടെ ശലോമോൻ രാജാവിന്റെ ശരിക്കുള്ള ആരാധകർ തന്നെ. അതാ ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങൾ കണ്ടില്ലേ? ശലോമോൻ പണി കഴിപ്പിച്ച ജെറുസലേം ദേവാലയത്തിന്റെ ഗോപുരങ്ങളാണത്. അരനാഴിക നേരം നടന്നാൽ നഗരഹൃദയത്തിലുള്ള ദേവാലയാങ്കണത്തിലെത്താം. നാളെ പ്രഭാതത്തിൽ ആലയത്തിന്റെ നടുത്തളത്തിൽ ശലോമോൻ രാജാവ് പ്രജകളുടെ ആവലാതികൾ കേൾക്കുവാനെത്തും. അവിടെ അഴിയാക്കുരുക്കുകളായ പല പ്രശ്നങ്ങൾക്കും അദ്ദേഹം പരിഹാരങ്ങൾ ഓതും. അപാര ജ്ഞാനം പ്രകടമാകുന്ന ശലോമോന്റെ നീതി നിർവഹണ പാഠവും നിങ്ങൾക്ക് നേരിട്ട് കാണാം. അർക്കന്തിക്ക് മുമ്പ് ഞങ്ങൾ അവിടെ എത്തും. ശലോമോന്റെ ആലയത്തിൽ എത്തുവാൻ ഞങ്ങൾക്ക് തിടുക്കമായി. രാജാവിനും ഈ ദരിദ്രനായ അടിയന്റെ വന്ദനങ്ങൾ. പ്രതിവന്ദനങ്ങൾ. ആരാണിയാൾ? എന്താണ് ഈ സാധു മനുഷ്യന്റെ ആവലാതി? ഇയാൾ അഭിമനായ, ഇയാൾ നഗരാതിർത്തിയുടെ വടക്ക് കിഴക്കൻ പ്രവിശ്യയിലെ ഒരു ദരിദ്ര കുടുംബത്തിന്റെ നാഥൻ. 3 പതിറ്റാണ്ട് കാലം ഇയാൾ ഒരു ഭൂ ഉടമയുടെ കൃഷിയിടങ്ങളിൽ കഠിനാധ്വാനം ചെയ്തു. പെരുമഴയുള്ള ഒരു രാത്രിയിൽ പാടവരമ്പുകൾ തടകെട്ടി നിർത്തുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട് ഇയാൾ വികലാംഗനും നിത്യരോഗിയുമായി മാറി. അധ്വാനിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട അടിയനെ ഭൂവുടമ നിർദ്ദയം ആട്ടി പുറത്താക്കി മഹാരാജൻ. നിസ്സഹായനായി അങ്ങയുടെ ദയയ്ക്ക് വേണ്ടി ഈ ഉള്ളവൻ കേഴുന്നു. പ്രവിശ്യ ന്യായാധിപന്മാരുടെ വിധികൾ ഇയാൾക്ക് അനുകൂലമായിരുന്നില്ലേ? വിധിവൈരുദ്ധ്യം എന്നല്ലാതെ എന്തു പറയാൻ? ഇയാളുടെ വാസസ്ഥലം അടങ്ങുന്ന പ്രവിശ്യയിലെ ന്യായാധിപൻ ഇയാളുടെ യജമാനൻ തന്നെയാണ്. സൗകര്യപൂർവ്വം അയാൾ പാടില്ല. ശലോമോന്റെ രാജാതിർത്തിക്കുള്ളിൽ ന്യായത്തെ അന്യായമാക്കുന്ന ഒരു ന്യായാധിപനും വേണ്ട. അയാളെ ഉടനടി സ്ഥാനഭ്രഷ്ടനാക്കണം. യുദ്ധകാലാടിസ്ഥാനത്തിൽ അയാളുടെ സ്ഥാപക ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടുക. ഉത്തരവ് മഹാരാജൻ. 3 പതിറ്റാണ്ട് കാലം അധ്വാനിച്ച ഈ മനുഷ്യനും കുടുംബത്തിനും ശിഷ്ടകാലം ജീവിക്കുവാനുള്ള സമ്പത്ത് അയാളുടെ സ്വത്തിൽ നിന്ന് തന്നെ അനുവദിച്ചു കൊടുക്കുക. അപകടത്തിൽ സംഭവിച്ച വൈകല്യം ചികിത്സിച്ച് ഭേദമാക്കുവാൻ മുതിർന്ന വൈദ്യന്മാരെ ഏർപ്പാടാക്കുക. പ്രഭാതമന്ത്രം കഴിഞ്ഞ് പ്രാതൽ പോലും കഴിക്കാതെ അങ്ങ് ഈ നീതിപീഠത്തിലേക്ക് കയറിയതാണ്. 100 കണക്കിന് വ്യവഹാരങ്ങൾക്ക് അങ്ങ് പരിഹാരം ഓതിക്കഴിഞ്ഞു. പലതും അതികഠിനമായ കൂനാങ്കുരുക്കുകൾ. ഇനി അല്പം വിശ്രമമാവാം. ന്യായം കാക്ഷിച്ചെത്തുന്നവർക്ക് അത് ലഭിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം, അവരുടെ വചനങ്ങളിൽ പ്രകടമാകുന്ന ആശ്വാസം, ഇവ നൽകുന്ന സംതൃപ്തി വിഭവസമൃദ്ധമായ പ്രാതലിനേക്കാൾ എത്രയോ വലുതാണ്. ഇവൻ എന്റെ കുഞ്ഞാണ്. ഇവനെ ഞാൻ തരില്ല. അല്ല, ഇവൻ എന്റെ കുഞ്ഞാണ്. അവനെ വിടും. എനിക്ക് അവനെ വേണം. നിന്റെ കുഞ്ഞ്. ഇവൻ എന്റെ കുഞ്ഞാണ്. നീ എന്താണ് ഈ പറയുന്നത്? എന്റെ കുഞ്ഞിനെ വിടൂ. ഇല്ല, ഞാൻ തരില്ല. ഇവൻ എന്റെ കുഞ്ഞാണ്. നീ കള്ളം പറയും. നീയാണ് കള്ളം പറയുന്നത്. ഈ മഹാസാമ്രാജ്യത്തിന്റെ അധിപനായ നമ്മുടെ മുന്നിലും തക്ക പോരാകുമോ? നിയന്ത്രണമില്ലാതെ കണ്ടവിക്ഷോഭം നടത്തി കലഹിക്കുന്ന ആ സ്ത്രീജനങ്ങളെ ഈ
കുഗ്രാമമായ മർവാനിയിൽ നിന്നെത്തിയ രണ്ട് വിധവകൾ. ഒരുത്തിയുടെ കയ്യിൽ തേജസ്സുറ്റ ഒരു ആൺകുഞ്ഞ്. രണ്ടാളും ആ കുഞ്ഞിന്റെ മേൽ അവകാശവാദം ഉന്നയിച്ച് പരസ്പരം പോരടിക്കുന്നു. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ നൽകൂ. എന്റെ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നിന്റെ കുഞ്ഞോ? ആര് പറഞ്ഞു ഇത് നിന്റെ കുഞ്ഞാണെന്ന്? ഇവൻ എന്റെ മകനാണ്, എന്റെ മാത്രം മകൻ. എന്റെ ദൈവമേ, എന്ത് പരീക്ഷണമാണിത്! ഇവൾ എന്റെ കുഞ്ഞിനെ... നിർത്തൂ ഈ അസംബന്ധ നാടകം. നിങ്ങൾ നിൽക്കുന്നത് രാജാതിരാജാവായ ശലോമോന്റെ സന്നിധിയിലാണെന്നുള്ളത് വിസ്മരിക്കരുത്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യതയാർന്ന ഉത്തരം നൽകുക. ഹേ, വഴക്കടിക്കുന്ന ജെറുസലേം വനിതകളെ, തികച്ചും സങ്കീർണമായ ഒരു പ്രശ്നവുമായാണ് നിങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഓമനത്വം തുടങ്ങുന്ന ഒരു കുഞ്ഞും അവന്റെ മാതൃത്വത്തിന് അവകാശവാദം ഉന്നയിക്കുന്ന രണ്ടമ്മമാരും. എന്താണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം? തിരുമനസേ, ഏറെക്കാലമായി ഇവരോടൊന്ന് ചൊരേ ഭവനത്തിലാണ് ഞങ്ങൾ വസിക്കുന്നത്. 3 ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഞങ്ങൾ ഇരുവരും ഓരോ ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ഒരു ദിവസം രാത്രിയുടെ അന്ത്യയാമത്തിൽ നിദ്രയില്ലാണ്ട നേരത്ത് ഇവളുടെ കുഞ്ഞിന് നേരെ മറിയുകയും ആ കുഞ്ഞ് മരണപ്പെടുകയും ചെയ്തു. ഗാഢനിദ്രയിൽ അമർന്നു പോയ എന്റെ അടുക്കൽ ആ കുഞ്ഞിന്റെ ശരീരം ഉപേക്ഷിച്ച് ഇവൾ എന്റെ ഓമന കുഞ്ഞിനെയും എടുത്ത് കടന്നു കളഞ്ഞു. കുഞ്ഞിനെ തേടിച്ചെന്ന എന്നെ ഇവൾ ആട്ടി പുറത്താക്കി. അധിക്ഷേപിച്ചും അപമാനിച്ചും ഇവൾ എന്നെ പുറത്താക്കി. ഭർത്താവില്ലാത്ത എനിക്ക് ഈ കുഞ്ഞാണ് ഏക ആശ്രയം. തിരുമനസേ, ഇവളുടെ ജൽപ്പനങ്ങൾ അങ്ങ് വിശ്വസിക്കരുത്. ഇവൾ കല്ല് വെച്ച് നുണ പറയുന്നു. ഇവൻ എന്റെ മകനാണ്. ഇവളുടെ കുഞ്ഞാണ് മരണപ്പെട്ടത്. ഇവൻ എന്റെ മാത്രം ഓമനക്കുട്ടൻ. തിരുമനസേ, ഇവൾ പറയുന്നതാണ് ശരി. അവളുടെ കുഞ്ഞാണ് മരണപ്പെട്ടത്. അസുഖകരമായ ഈ സമസ്യയ്ക്ക് മുമ്പിൽ അസ്വസ്ഥചിത്തമായ മനസ്സുമായി നാം നിൽക്കുന്നു. ഇവരിൽ ഒരാൾ ശരിയും ഒരാൾ തെറ്റുമാണ്. ഒരാൾ സത്യം പറയുമ്പോൾ മറ്റൊരാൾ അസത്യം മാത്രം പറയുന്നു. ന്യായാധിപ ശ്രേഷ്ഠ, സമാനമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത അങ്ങയുടെ അഭിപ്രായം അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. പ്രവിശ്യ ന്യായാധിപന്മാർ പരാജയപ്പെട്ട ഈ ഗൗരവ പ്രശ്നത്തിന് മുന്നിൽ ഞാനും ഉത്തരം കിട്ടാതെ പകച്ചു നിൽക്കുകയാണ് പ്രഭു. ഗൗരവകരമായ ഈ വിഷയത്തിന് ഉത്തരം നാം നൽകാൻ ഈ കുഞ്ഞിന്റെ മാതൃത്വത്തിന് അവകാശികളായി ഇവർ രണ്ടുപേരും ഉണ്ടെന്നിരിക്കെ ഈ കുഞ്ഞിനെ ഇവർക്ക് രണ്ടുപേർക്കുമായി വിധിച്ചു നൽകാൻ നാം കൽപ്പിക്കുന്നു. കുഞ്ഞിനെ വീതം വെക്കുകയോ? അങ്ങ് പറഞ്ഞു വരുന്നത്? അതെ, ആരാച്ചാര്യ വിളിക്കും. മൂർച്ചയേറിയ വാളുകൊണ്ട് ഈ കുഞ്ഞിനെ രണ്ടായി മുറിച്ച് ഒരു ഭാഗം ഇവൾക്കും മറുഭാഗം അവൾക്കും നൽകുക. കിട്ടിയതുകൊണ്ട് സായുജ്യമടഞ്ഞ് ഇരുവരും മടങ്ങട്ടെ. അയ്യോ പ്രഭു, അരുതേ. അങ്ങനെയെങ്കിൽ അങ്ങനെ. തിരുമനസിന്റെ തീരുമാനം കടുത്തതെങ്കിലും അത് തന്നെയാണ് അഭികാമ്യം. അവൾക്ക് കുഞ്ഞിനെ ലഭിക്കുന്നതിനേക്കാൾ അതങ്ങ് ഇല്ലാതാകുന്നതാണ് നല്ലത്. എനിക്കില്ലാത്തത് അവൾക്കും വേണ്ട. അയ്യോ, അരുത് തിരുമനസേ. എന്റെ കുഞ്ഞിനെ കീറി മുറിക്കരുതേ. ദയവായി അവനെ കൊല്ലരുതേ. എന്റെ കുഞ്ഞിനെ കൊല്ലരുത് തിരുമനസേ. കുഞ്ഞിനെ അവൾക്ക് തന്നെ കൊടുത്തോളൂ. അവൻ ജീവിച്ചിരിക്കുന്നത് കണ്ടാൽ മാത്രം മതി എനിക്ക്. അവനെ കൊല്ലരുത് തിരുമനസേ, അവനെ കൊല്ലരുത്. എന്റെ കുഞ്ഞിനെ കൊല്ലരുതേ. എന്റെ കുഞ്ഞിനെ കൊല്ലരുത് തിരുമനസേ. ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി അവനെ എന്നേക്കുമായി വിട്ടുകൊടുക്കുവാൻ തയ്യാറായ ഈ വനിതയാണ് ഈ കുഞ്ഞിന്റെ യഥാർത്ഥ മാതാവ്. കരഞ്ഞു വിലപിച്ചു നിൽക്കുന്ന സ്നേഹസമ്പന്നയായ ഈ മാതാവിന് ആ കുഞ്ഞിനെ കൈമാറും. കുലീനയായ വനിതാ രത്നമേ, നിങ്ങളുടെ നിസ്വാർത്ഥമായ പുത്രവാത്സല്യത്തിന് മുന്നിൽ നാം ശിരസ് നമിക്കുന്നു. വിലപിടിപ്പുള്ള പാരിതോഷികങ്ങൾ നൽകി ഇവളെ യാത്രയാക്കും. കുഞ്ഞിനെ നഷ്ടപ്പെട്ട് മാനസിക വിഭ്രാന്തിയിൽ ആണ്ടുപോയ
ഇവിടെ തുറുങ്കലിലടയ്ക്കും. അസത്യത്തിന് കൂട്ടുമെന്ന ഇവളെ 40 ചാട്ടവാറടിച്ച് വിട്ടയക്കും. ജെറുസലേമിന്റെ മക്കളിൽ മാനവികതയുടെ അസ്തിത്വം, മാതാവിന്റെ നിസ്വാർത്ഥമായ സ്നേഹം തന്നെ വിനാശകാരികളായ സർവ്വ ആയുധങ്ങളെയും നിർവീര്യമാക്കുന്നതാണ് അമ്മയുടെ നിർമ്മല സ്നേഹം. പരിശുദ്ധമായ സ്നേഹം കൊണ്ട് ഈ ലോകത്തെ സമ്പന്നമാക്കുന്ന നന്മ നിറഞ്ഞ അമ്മമാരെ നിങ്ങൾക്ക് നമോ വാദം. ശാശ്വത രൂപമാണമ്മ, ത്യാഗത്തിൻ മൂർത്തിമ ഭാവമാണമ്മ, നന്മതൻ സുന്ദര തീരമാണമ്മ. ഇതിൽ പങ്കെടുത്തവരും കഥാപാത്രങ്ങളും നാടോടികൾ എനീറ്റ ബിജു, ജെഫ്രി ഫ്രാൻസിസ്, ജെറുസലേം സ്ത്രീ ദിയ മറിയം റോബിൻ, ശലോമോൻ രാജാവ്,